ഹായ് എവരി വൺ. സോ നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണോ നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇതുവരെ 10th വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു IT ആയിരുന്നില്ല നമ്മുടെ +1 +2ലേക്ക് വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് വളരെ ബേസിക്സ് ആയിട്ട് എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം, എങ്ങനെയൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിലെ ഓപ്പറേഷണൽ കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മെയിൻലി ഒരു തിയറി പോർഷൻ ആയിട്ട് വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് അതിൽ പഠിക്കാനുള്ളതാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് മെയിൻലി 4 ടൈപ്പ് നമ്പർ സിസ്റ്റം ആയിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇങ്ങനെ 4 നമ്പർ സിസ്റ്റമും അതിൻ്റെ കൺവേർഷൻ പാറ്റേൺസ് അഥവാ നമ്മുടെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു നമ്പർ കൺവേർഷൻ വർക്ക് ചെയ്യുന്നത് എന്നുപോലുള്ള ഏരിയാസ് ആണ് പഠിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനും പഠിക്കാനുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ് അഥവാ ഒരു 4 ടൈപ്പ് ഓഫ് ക്യാരക്ടർ റെപ്രസെൻറ്റേഷനും കൂടി എന്ത് ചെയ്യാനുണ്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വരുന്നത് അതിൽ നമ്മുടെ നമ്പർ കൺവേർഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. പിന്നെ കുറഞ്ഞത് അഥവാ വളരെ കുറച്ചായിട്ടുള്ളൊരു ഏരിയ നമ്മുടെ തിയറി പോർഷൻസ് കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന പോർഷൻസ് എന്ന് പറയുന്നത്.